ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ലോഗോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ലോഗോമയാണ്. അപ്പോൾ ലോഗോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള എനിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലോഗോ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് ആ ലോഗോ. അപ്പോൾ DNM എന്ന് പറഞ്ഞാൽ ഡിസൈൻ മങ്കിൻ്റെ ഞാനൊരു ഷോർട്ടാക്കി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലോഗോ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലോഗോയാണ്. കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എലമെൻറ്റ്സോ ഒന്നും ഇടാണ്ട് സിമ്പിളായിട്ട് ലോഗോ ചെയ്താലാണ് നമുക്ക് വിസിബിലിറ്റി കൂടുള്ളൂ. ഇപ്പോൾ എല്ലാവരും മൊബൈലിലല്ലേ ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിൽ നമുക്ക് വിസിബിളായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സിമ്പിളായിട്ടുള്ള ലോഗോ ആയാലാണ് നമുക്ക് വിസിബിലിറ്റി കൂടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ലോഗോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു എംബ്ലം ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ പേര് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ലോഗോ ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് മൊബൈലിലും ഇതിലൊക്കെ കാണുമ്പോൾ വളരെ ചെറുതായി പോകും. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ലെറ്റർ കുറച്ചിട്ട് അതിലേതെങ്കിലും ഒരു ലെറ്ററുമേ തന്നെ നമ്മുടെ ഒരു എംബ്ലം വരുന്ന രീതിയിൽ, ഇപ്പം ഞാനിതിൽ DLാണ് ചെയ്തിട്ടുള്ളത്, വരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഈ D മാത്രമായിട്ട് നമുക്ക് ഒരു എംബ്ലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. D മാത്രം നമുക്ക് കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ FBയിൽ പ്രൊഫൈൽ പിക്ക് ഇടണമെങ്കിൽ വാട്സപ്പിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോഗോ കാരണം ഇത് മുഴുവനായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡീമയാണ്. ഇപ്പോൾ ഡിസൈൻ മങ്ക് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സന്യാസി ഒരു ടോപ്പ് വ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ സന്യാസിയുടെ ഒരു ടോപ്പ് വ്യൂ എന്നുള്ള നിലയ്ക്കാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ കണ്ടില്ലേ, മൊബൈൽ സ്ക്രീനിൽ ആപ്പിൻ്റെ ഐക്കണൊക്കെ കാണിക്കുന്നത്, അങ്ങനെ ഐക്കൺ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇതിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇപ്പോൾ വൈറ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇട്ട് വൈറ്റിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ലോഗോ ചെയ്യുമ്പോൾ അങ്ങനെ ഉപകാരങ്ങളുണ്ട്. മാക്സിമം സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പുറത്തുള്ള ഹോൾഡിംഗ് ആണെങ്കിലും ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണുകയാണെങ്കിലും ഏതൊക്കെ ഇതിൽ കാണാൻ ചെയ്യും, പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിഞ്ഞാലും നമുക്ക് വിസിബിലിറ്റി കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഈ ഒരു ടൈപ്പ് ലോഗോൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇതിപ്പോൾ ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ചെയ്തതാണ്. ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഷേപ്പ്
വരച്ചുണ്ടാക്കിയതാണ് ഈ പ്രാതൽ എന്നുള്ളത്. അവരൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ളൊരു റെസ്റ്റോറൻ്റാണ് UK-ലത്തെ. അപ്പോൾ ഞാനിങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ എഴുതി ഉണ്ടാക്കി ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇതൊരു മൊത്തമായിട്ടാണ് ഇതൊരു യൂസ് ചെയ്യുക. ഇതെവിടെയാണെങ്കിലും ഇത് മൊത്തമായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ആണ്. അപ്പോൾ അവർക്കിത് സൈനേജ് ബോർഡും കാണണം ആ രീതിയിൽ. ഇപ്പോൾ ഇതൊക്കെ ലൈറ്റായിട്ട് കാണില്ലേ നമ്മൾ സാധാരണ അതുമാതിരി. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യല്ലോ, അതിൻ്റെ ഒരു എഗ്ഗിൻ്റെ യെല്ലോ ഇത് വെച്ചിട്ട് ഞാനൊരു സണ്ണിൻ്റെ ഇതും ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. പിന്നെ അവർ പറഞ്ഞൊരു ഇത് പ്രകാരം ഒരു ലീഫ് ഇങ്ങനെ വേണം കേരള സ്റ്റൈല് ആവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തു ഇതിങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ലോഗോ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ചെയ്യണത് ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡിങ്ങിന് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു എംബിളാണ്, ഇത് വെച്ചിട്ടുള്ള ഒരു ഇത് ചെയ്തു. അപ്പോൾ ഈ 2 കളറ് യൂസ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ചെയ്ത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ നമ്മൾ ഐക്കൺ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങനത്തെ ഇപ്പോൾ ഷേപ്പുകൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഈ ഷേപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഷേപ്പിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി ഇപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇമേജ് വരാണെങ്കിലും അബ്സ്ട്രാക്റ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഇമേജുകളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ലോഗോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ലോഗോമ്മ എന്തായാലും ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം, നമ്മുടെ പേരിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പ് അത്യാവശ്യം കാണാനുള്ളൊരു വൃത്തിയിലുള്ളൊരു ഷേപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ കളറ്, അത് നമ്മുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ചുള്ള കളറുകൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താണ്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.